ഇപ്പൊ ഛത്തീസ്ഗറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അവിടെ ഈ പറഞ്ഞ സിസ്റ്റേഴ്സ്, ആ സിസ്റ്റേഴ്സിനെ ആ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്തു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ പറയട്ടെ, അന്ന് പാർലമെന്റ് നടക്കുകയും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാധ്യമങ്ങൾ എടുത്തു, എത്രയോ ആളുകൾ ഇത് ചെയ്യുന്നു. പക്ഷെ അവിടെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനം, കോൺഗ്രസ് പോയി, എല്ലാവരും പോയി. പക്ഷെ ഒരു കാര്യമുള്ളത്, പോയി അവരും ഒക്കെ അവിടെ സംസാരിച്ചു, തിരിച്ചന്ന് തന്നെ വന്നു. പക്ഷെ 5 ദിവസം അവിടെ ആ പറയുന്ന ഛത്തീസ്ഗറിൽ അവിടെ താമസിച്ച് ബെയിൽ കിട്ടുന്നോടം വരെ അവിടെ കേരള കോൺഗ്രസ് പാർട്ടി, അതിനകത്ത് CPM-ഉം CPI-യും അവിടെയുള്ള മുഴുവൻ MP-മാരും വന്ന് ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്ക് ഒരു കൂടുതൽ ഇടപെടാൻ കഴിഞ്ഞു. കാരണം CPM-നും CPI-ക്കും അവിടെ ചില ആ യൂണിയനുകളും സംഘടനകളും ഉള്ളതുകൊണ്ട് കേസ് കൊടുക്കാൻ അവർക്കാണ് സാധിച്ചത്. മറ്റൊരു പേടിച്ചൊരു കേസ് പോലും കൊടുക്കുന്നില്ല. അവിടെയും നമ്മൾ ഇടപെടുവാൻ, കന്യാസ്ത്രീകൾക്കുള്ള റേഷൻ കാർഡ് നമുക്കറിയാം. സപ്പോസ് നിങ്ങൾ പലപ്പോഴും ഈ പറയുന്ന സഭയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. റേഷൻ കാർഡ് ഈ സർക്കാർ തന്നെയാണ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് അത് ഞങ്ങളൂടെ അതിനകത്ത് ഇടപെട്ട് ഇത് വേണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ സിസ്റ്റർ മേരി ബനിഞ്ഞയുടെ കവിതയുമായി ബന്ധപ്പെട്ട് 8ാം ക്ലാസ്സിൽ അതിന്റെ സിലബസിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞ കവിത കൊണ്ടുവരാൻ കഴിഞ്ഞത് തീർച്ചയായും അത് സാംസ്കാരിക മേഖലയിൽ വലിയൊരു മുന്നേറ്റമാണ്. ചാവറ പിതാവിന്റെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അത് നീക്കം ചെയ്തിരുന്നു, വീണ്ടും കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇന്ന് പല കാര്യങ്ങളും ഇപ്പൊ മോണ്ടി തേഴ്സ്ഡേ അവധിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ അല്ല പറയുന്നത്. പലപ്പോഴും നിങ്ങൾ എന്ത് നേടി എന്ന് പലപ്പോഴും ആ മീഡിയ ചോദിക്കുമ്പോഴും പല ആളുകൾ ചോദിക്കുമ്പോഴും ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിലുണ്ട്. അത് ഒരു സമുദായത്തിന്റെ മാത്രമല്ല, മറ്റ് സമുദായങ്ങളെപ്പെട്ടും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ മുനമ്പത്തിന്റെ ഇഷ്യൂ, ആ മുനമ്പത്തിന്റെ ഇഷ്യൂവില് ഏറ്റവും ആദ്യമേ അവിടെ പോയി കണ്ടത് സംസ്ഥാന തലത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് പോയത്. അതിനുശേഷം അതിന് തീരുമാനമാകാതെ മാസങ്ങൾ നിന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വൈദികനും അവിടുത്തെ ആക്ഷൻ കൗൺസിലും പാലാ വീട്ടിൽ വന്നു. ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട് അതിന് എന്ത് ചെയ്യാൻ കഴിയും? മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. ഇത് കോടതിയിലുള്ള കാര്യമാണ്. അവർക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് ഇതിന്റെ ലാൻഡ് ടാക്സ് അടയ്ക്കണമെന്നുള്ളതാണ്. അപ്പോൾ കോടതി അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് വന്നപ്പോൾ ആ സെക്കൻഡിൽ ലാൻഡ് ടാക്സ് അടയ്ക്കുവാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. അവരെല്ലാം വന്ന് ലാൻഡ് ടാക്സ് എടുത്തു. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് അന്ന് വലിയൊരു ചർച്ചയായിരുന്നല്ലോ. ഒരു സമുദായത്തിനും എതിരല്ല ഞങ്ങള്. പക്ഷെ അതിലൊരു ക്ലോസ് എന്ന് പറയുന്നത്, അതിനകത്ത് എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ കോടതിയിൽ പോകാൻ അവർക്ക് അനുവാദമില്ല. ഞാൻ പറയട്ടെ, ഇന്ന് ഇന്ത്യയിലുള്ള ഏത് പൗരനും അവന് നീതി ലഭിച്ചില്ലെങ്കിൽ കോടതിയിൽ പോകുവാനുള്ള ഒരു അനുവാദം, ഒരു അവകാശം എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതില്ലാതെ വന്നപ്പോൾ അതിനെ ഞങ്ങൾ ഈ പറഞ്ഞ അമെൻമെന്റിനെ സപ്പോർട്ട് ചെയ്യും. അതല്ലാതെ എതിരായിട്ട് നിൽക്കുന്ന ഒരു സമുദായത്തിന് എതിരായിട്ട് നിൽക്കുന്ന എല്ലാ ക്ലോസുകളും ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. അത് കൃത്യമായ ഒരു സ്റ്റാൻഡാണ് എടുത്തത് കേരള കോൺഗ്രസ് പാർട്ടി. അപ്പോൾ ആ സ്റ്റാൻഡ് എടുത്തതും അതിനകത്ത് ചങ്കുറ്റത്തോടെ എടുത്തത് അത് തെറ്റായ ഒരു തീരുമാനം ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ബാക്കി തീരുമാനങ്ങളൊക്കെ അല്ലെങ്കിൽ ക്ലോസുകളൊക്കെ ഒരു സമുദായത്തിന് എതിരായി വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അവരുടെ ബോർഡിൽ മുസ്ലിം മാൻ മാത്രമേ കാണാൻ പാടുള്ളൂ, അവിടെ ഒരു ഹിന്ദുവിനെയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യനെയോ വെക്കാൻ പാടില്ല. അത് വെക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അതിനെ എതിർക്കുകയുണ്ടായി. അപ്പോൾ ആ കാര്യത്തിലും നമ്മൾ ഫലപ്രദമായി നമ്മൾ ഇടപെടുവാൻ കഴിഞ്ഞു. ഇപ്പോൾ കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഓർക്കുന്നത്, ഇത് കൊല്ലത്ത് ടെൻഡർ ചെയ്ത് മുന്നോട്ട് പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഏറ്റവും ആദ്യമേ ഈ പറഞ്ഞ കേരള സംസ്ഥാനത്ത് ആരും ഇതുമായിട്ട് സംസാരിച്ചില്ല. അത് പാർലമെന്റിൽ കൊണ്ടുവന്നത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അസംബ്ലി നടന്നുകൊണ്ടിരിക്കുന്നു ഈ വിഷയം കൊണ്ടുവന്നത്. അവിടെ കൃത്യമായി പറഞ്ഞു, ഇതൊരിക്കലും പാടില്ല, നമ്മുടെ പരിസ്ഥിതിയെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നതാണ്, മത്സ്യത്തൊഴിലാളികളെ ബാധിക്കാൻ പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ശേഷം സമരങ്ങൾ നടത്തി. എന്താണ്, പരിസ്ഥിതി പഠനം പോലും നടത്താതെ ടെൻഡർ കൊടുത്തതിന് ശേഷം മന്ത്രി പറയാണ് അത് കോൺട്രാക്ടർ ചെയ്തോളും, എടുത്തയാൾ ചെയ്തോളും എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് ന്യായമാണുള്ളത്? പിന്നെ ഇത് ചെയ്യാൻ പാടില്ല. ഇനി ചെയ്താൽ പോലും എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ഈ പറയുന്ന ഖനനം നടത്തുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക്? പക്ഷെ അവർക്ക് നമ്മൾ ഇടപെട്ടതുകൊണ്ട് ചെയ്യാൻ പാടില്ല ഒരു വശത്തുണ്ട്, ഇടപെട്ടുകൊണ്ട് റോയൽറ്റി കൊടുക്കാനുള്ള തീരുമാനം കേന്ദ്രം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ
നമ്മൾ ഇപ്പോഴുള്ള വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യമേ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും പോവുകയും ഇതുമായി ഇടപെടുകയും അങ്ങനെ നിരവധി ഇപ്പോൾ വന്യമൃഗത്തിന്റെ ഞാൻ സൂചിപ്പിച്ചു ഇവിടെ ഡൽഹിയിൽ പോയതും ഒക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല, നമുക്കറിയാം ഈ കുട്ടനാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 28 രൂപ 20 പൈസ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 30 പൈസ കൂട്ടി. പക്ഷെ കേരള കോൺഗ്രസ് ഇടപെട്ട് അവിടെ 30 രൂപയ്ക്ക് ഈ ഇടപെട്ട് ഇത് പോരാ, 40 രൂപയാക്കണം. എവിടെയാണ് ഇതിന്റെ ഫണ്ട്? അതുവരെ ഇത് കാണിച്ചു കൊടുത്തു. ഇത് നമ്മൾ പറഞ്ഞാൽ പോരല്ലോ. ആ ഭൂമി തരം മാറ്റുന്നതനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട്. ഏതാണ്ട് 1600 കോടി രൂപയോടെ ലഭിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന നെല്ലുമായി ബന്ധപ്പെട്ട കൃഷിയുമായി ബന്ധപ്പെട്ട അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഇനി മണിക്കൂറുകളോളം പറയാൻ കാണും. പക്ഷേ ഒരു പ്രതിപക്ഷം ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെ ഒന്നും ചെറുതായിട്ട് കാണുന്നില്ല. പക്ഷെ പ്രതിപക്ഷം എടുക്കുമ്പോൾ ജനകീയ വിഷയങ്ങൾ, ഇപ്പൊ കടഖനനം അല്ലെങ്കിൽ വന്യമൃഗം യാത്ര, ഇതൊക്കെ നടത്തി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവര് ഈ 5 വർഷത്തിന്റെ ഇടയ്ക്കുള്ള ഓഡിറ്റിംഗ് എടുത്തു നോക്കിയാൽ ആരോപണത്തിനെതിരെ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള സമരങ്ങൾ, ആ വിവാദങ്ങൾ, ഈ പറയുന്ന എന്തെങ്കിലും കോൺട്രവേഴ്സി വന്നാൽ അതുമായി ബന്ധപ്പെട്ട് മാത്രം വേണ്ടെന്നല്ല, അതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പോകുന്നത്. അതിനേക്കാൾ കൂടുതൽ വിഷയങ്ങൾ ഇന്ന് കേരള കോൺഗ്രസ് ഏറ്റെടുക്കുകയും ഒരു സമരം നടത്തുകയല്ല, ഇടപെടലുകൾ നടത്തുകയല്ല, അതിന് പരിഹാര മാർഗം കൂടെ കൊടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഇതിന്റെ ഓഡിറ്റിംഗ് ഇന്ന് നടത്തിയ നമ്മുടെ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചത് ഇത്രയും കാര്യങ്ങൾ കേരള കോൺഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല നേതാക്കന്മാരും പറഞ്ഞു അത് ആ തരത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ആത്മപരിശോധന നടത്തണം, ഇത് ജനങ്ങളെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞു. ഫലങ്ങളും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആ തരത്തിൽ ജനങ്ങളെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു തരത്തിലുള്ള ഒരു എന്താണ് ആത്മപരിശോധന നടത്തി ഒരു ചർച്ചയിലേക്കും എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. ഞങ്ങൾ കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനം നടത്തി തന്നെയാണ് ഞാൻ ഇത് മുന്നോട്ട് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരള കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷത്താകട്ടെ ഭരണപക്ഷത്താകട്ടെ എവിടെയാണോ നിൽക്കുന്നതും, പക്ഷെ എപ്പോഴും ഏത് കാര്യത്തിലും ഇപ്പൊ തെരുവുനായയുടെ വിഷയമുണ്ട്. ഏറ്റവും ആദ്യമേ തെരുവുനായരെ കൂട്ടിലടച്ചിക്കണം. ഡൊമസ്റ്റിക് ആനിമൽ എന്ന് പറഞ്ഞാൽ ആ വന്യമൃഗ അല്ലെങ്കിൽ ആ ഡൊമസ്റ്റിക് ആനിമലിന് ഒരു ഉടമസ്ഥൻ ഉണ്ടാകണം. പക്ഷെ ആ ഉടമസ്ഥനില്ലെങ്കിൽ കൂട്ടിലടയ്ക്കണം. MP-മാരുടെ കോൺഫറൻസിൽ മുഖ്യമന്ത്രി ഇരിക്കെ മുഴുവൻ സെക്രട്ടറിമാരിരിക്കെ ഞാൻ അവരോട് പറഞ്ഞു, എന്താണ് ഈ പറയുന്ന കേന്ദ്രം വനംവകുപ്പ് മന്ത്രി പറഞ്ഞു കാട്ടുപന്നിയെ അധികം കൊല്ലരുത്, കാരണം അത് നമ്മുടെ പുലിയുടെ ഇരയാണ്, അതിന്റെ ഭക്ഷണമാണ്. ഇവിടെ മറ്റുള്ള മൃഗങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് തീറ്റ അകത്തിട്ട് കൊടുക്കണം. ഈ തെരുവ് നായകളെ പിടിച്ച്, ഞാൻ പറഞ്ഞതാണ്, പിടിച്ച് വനത്തിൽ കൊണ്ടേയാക്കണം, അവർക്ക് ഭക്ഷണമാകണം. അതൊരു സ്വാഭാവികമല്ലേ? ഒരു വനത്തിൽ എങ്ങനെയാണ് ഒരു മൃഗം ജീവിക്കുന്നത്? മറ്റു മൃഗങ്ങളെ പുലിയും സിംഹവും ഒക്കെ മറ്റു കടുവയും ഒക്കെ മറ്റു മൃഗങ്ങളെ കടിച്ചു കൊന്നാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ജനകീയ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.